ഓക്കെ ഗൈസ്, സോ ട്രിപ്പ് പോയിക്കാണ് വേറെ 1.5 മണിക്കൂർ ഹാഫ് ആൻ അവർ ട്രിപ്പ്. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു 5:30 ആകുമ്പോൾ വീട്ടിലെത്തണം, ക്ലാസ് ഉണ്ട്. സോ ബിഫോർ ദാറ്റ് പപ്പ മമ്മീനെ എയർപോർട്ടിൽ ഇറക്കിയിട്ട് ഞങ്ങൾ പോവാണ്. എങ്ങോട്ടാ? പോര്. അങ്ങോട്ട് പോര് 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 കോടനാട്. കോടനാട്. സമയം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വരും, അല്ലെങ്കിൽ ഓൺ ദ വേ തിരിക്കും. പോര് അടിപൊളി സ്ഥലമാണ്. ഡിപെൻഡ്സ് ഓൺ ദി ബ്ലോക്ക് ആൻഡ് എവരിതിങ്. അല്ല പോര് നല്ല സ്ഥലമാണ്. അത് വെള്ളം ഇപ്പൊ നല്ല രസമായിരിക്കും, നിറച്ച് വെള്ളം ഉണ്ടാവും കാണാൻ. അവിടെ കുറെ പേര് കപ്പിൾസ് പണ്ട് പോണ സ്ഥലമാണ്. ഞാൻ കോളേജിലെ പിള്ളേരായിട്ട് പോയ പോണായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നേ. കാര്യം കഴിഞ്ഞില്ലേ. ഒരു ബാഡ് നല്ല പ്രൈവസി ഉള്ള സ്ഥലമായിരുന്നു പണ്ട്. പോയപ്പോ അവിടെ കപ്പിൾസ് ഇങ്ങനെ കണ്ടു. അപ്പൊ അന്ന് ഞാൻ കുതിച്ചതാ. അതിരപ്പള്ളിയിലൊക്കെ പോകാൻ പേര് നമ്മുടെ നാട്ടുകാരുണ്ടായിരിക്കും. ഇവിടെ കുറച്ചുകൂടി മാറി ചില്ലറ പൈസ വേണം, പൈസ ഇല്ല. അപ്പൊ പോയിലെത്തുമ്പോ കാണാം. എയർപോർട്ടില് എയർപോർട്ടിനുള്ളിൽ കയറി ഇറങ്ങി, പപ്പനും അമ്മനെ ഇറക്കി. വഴി ആദ്യം പറഞ്ഞാട്ടെ. നേരെ നമ്മൾ അതിന്റെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ എനർജി. അങ്ങനെ അപ്പൊ നമ്മൾ പോയിട്ട് കാണാം. പോര് കാണാത്തവരാണെങ്കിൽ കണ്ട നല്ല സ്ഥലമാണ്. നിനക്ക് ഇഷ്ടപ്പെടില്ല? വല്ല കാടൊക്കെ അല്ലേ? കാടും അതിരപ്പള്ളി തന്നെ സെയിം. അതിരപ്പള്ളി നിറച്ച വെള്ളവും അത്രയൊന്നും, വേറെ വ്യത്യാസമൊന്നും ഇല്ല. വഴി പറഞ്ഞാടി കാലടിക്കില്ല. ശരി, പെട്രോൾ വണ്ടിയാ മനസ്സിലായി. ബോക്സ് വാഗന വേറെന്താ, ആ വണ്ടി പോയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ വണ്ടി പിന്നെ ആദ്യം പോയി മുട്ടിക്കല്ലേ. എന്റെ തന്നെയാണ് സ്റ്റൈൽ നോക്കുക ഗൈസ്. ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോ ഓടിക്കും വരെ വണ്ടി നോക്കട്ടാ. കപ്പലണ്ടി നോക്കിട്ടെ ഇവിടെ ഇല്ല. ഇപ്പൊ വന്നു എന്താല്ലേ എന്റെ വേറെ സ്കില്ലാണോ? പക്ഷെ ഈ സ്കില്ല് ഇവിടെ അറിയാമില്ല. ബ്യൂട്ടിഫുൾ പ്ലേസ്. അങ്ങനെ നമ്മൾ പോര് എത്താറായി. ഇനി ട്വിസ്റ്റ് ഉണ്ട്, തുറന്നിട്ടോ നോക്കണം. നല്ല വെള്ളപ്പൊക്കമുള്ള കാരണം അടച്ചിടാറുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ നേരത്തെ പുഴ ഉണ്ട്. നീ ഫോൺ വിളിച്ചിരിക്കുന്നു. കിടുക്കം പുഴ വീട്ടിൽ അത് കഴിഞ്ഞിട്ട് ഓടി വന്നു. അത് ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുന്നു. നല്ല ഗ്രീനറി ഇല്ല, വേറെ ഇത് നൈസ് ഗ്രീനറി. ഇത് ചിലപ്പേ പക്ഷെ ഈ മരങ്ങളൊക്കെ നമ്മുടെ ആ കൊടൈക്കനാൽ എത്താറായപ്പോഴത്തെ ലൈക്ക് ഒരു ലൈറ്റ് പച്ച റെഡ് അലർട്ട് ആണ് മോളെ. എറണാകുളത്തൊക്കെ റെഡ് അലർട്ട് ആണ്. അടച്ചിട്ടിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഇനി നമുക്ക് ഭയങ്കര ഭാഗ്യമുള്ള കാരണം ചമ്മു. ഇതൊക്കെ നല്ല സ്ഥലമാണ്. ഗ്രീനറി, വെള്ളം, കാട്. ഇത് കാടാണ്. ഇതേ ആ കല്ലുണ്ട ഇപ്പത്തും കാടാ. ഫോറസ്റ്റ് ഏരിയ. പേര് മൊത്തമില്ല. ആ കല്ല എത്തിയ അയാള് വഴി കഴിഞ്ഞ് അവളെ അടച്ചിട്ട് നടന്ന എത്തുന്നുണ്ട്. ആനിനെ പേടിയാകുന്നു. ആനുണ്ട്, പശു കാട്ടുപശു, സാധാ പശു. അതൊക്കെ പേടിയാവേ. ഈ വഴി വന്നാ ചണ്ട 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 കിടക്കുന്ന ഏരിയല്ലേ. എന്തിന് ഇവിടെ ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ്. അതിരപ്പള്ളി ചണ്ടി. പക്ഷെ നമ്മള് റെയിൻകോട്ട് എടുക്കേണ്ടതായിരുന്നട്ടാ. കൊട എടുത്തില്ല, അത് ഞാൻ പറഞ്ഞ കാരണം. അവിടെ വണ്ടിയുണ്ടേ. വണ്ടിക്ക് വഴി വേണ്ട മോളെ. അതല്ലേ വഴി. രണ്ട് വണ്ടി വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെയിലൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, ഫെൻസ് കെട്ടിയിട്ടുണ്ടല്ലേ. ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല മണലല്ലേ, നല്ല വെള്ളപ്പൊക്കം.
ദിസ് ഈസ് കോൾഡ് വെള്ളപ്പൊക്കം. ഡാം തുറന്നുണ്ട്. ബാ അവിടേക്ക് പോവാം. അറ്റം വരെ പോയിട്ട് നമുക്ക് സമാധാനത്തിൽ റെസ്റ്റ് ചെയ്യാം. മരത്തമ്മ കേട്ടോ. ഇതാൾക്കാര് വീടിലാണ് ബീച്ചിലാ കേറാട്ടാ. നമുക്ക് കാണാ അല്ല ഫ്രണ്ടിനെ അടച്ചല്ലേ. ഇവിടെ തുറക്കണ്ടോന്ന് എനിക്കറിയില്ല. തുറന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റും. ആ പാറ വരെ പോകാൻ പറ്റും. എനിക്ക് ഇത്ര പോലീസുകാർ മതിയാ? ഇത്ര ആൾക്കാർ മതിയാ പോലീസുകാര്? ഇവിടൊക്കെ വെള്ളം ഇത് ഫുള്ള് പാറയടി. ഇത് 3 നദികൾ കൂടി സംഗമിക്കുന്ന സ്ഥലമാണെന്ന് എൻ്റെ ഒരു അറിവ്. യെസ്, അവിടെയൊക്കെ എന്ത് രസാ. നീ ഇവിടെ ഇങ്ങനെ പാറ താണ്ടി പോവാ. ബെറ്റേക്കമോൺ ബെറ്റേക്ക് ചെരുപ്പ് ചീത്തിയാവുന്നു. ചെരുപ്പ് പോരി. ഇവിടം വരെ വെള്ളം എത്തി. നാളെ 2 ദിവസമേ ഇവിടം പോലും വരാൻ പറ്റില്ല. ഇവിടൊക്കെ വെള്ളം കയറും. ഇന്നോ നന്നായി. ഞാൻ റെഡ് അലേർട്ടാന്ന് വെച്ച് പേടിച്ചിരിക്കുന്നു അടച്ചിട്ടുണ്ടാവുമെന്ന് വെച്ചിട്ട്. ഇതിങ്ങനെ പോവാല്ലേ. നൈസല്ലേ. തെന്നി വീഴുന്നു കേട്ടാ. തെന്നാത്ത പറയാ നനവായുള്ളൂ. ബാ കഴിഞ്ഞ ദിവസം ഇവിടം വരെയൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയോ എന്നിട്ട് ഭൂതത്താൻ കിട്ടാ. ആ ഡാമുണ്ട് ഇടുക്കിയിലത്തെ വെള്ളമാണ് ഇവിടെ വരെ വന്നെ. നിങ്ങൾക്ക് പോര് കാണണമെങ്കിൽ പോരെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെയല്ലേ. 3 കൈവരികൾ ജോയിൻ ചെയ്യുന്നത്. അതായത് 3 പുഴകൾ ഒരുമിച്ച് സ്ഥലമാണ് പോര്. അതായത് ഇവിടെ നിന്ന് ഇനിയും ഒരു 1/2 കിലോമീറ്റർ മേലെ നടക്കാണ്ട്. ഇതാണ് കഴിഞ്ഞ 2012 വെള്ളപ്പൊക്കത്തിൽ ഇതൊക്കെ മുങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വരാണെങ്കിൽ ഡിസംബർ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഡിസംബർ എന്താ കഴിഞ്ഞു അല്ലേ. ഇനി മഴക്കാലല്ലേ. ഡിസംബറൊക്കെ ആകുമ്പോൾ വന്നാൽ മതി. എന്നാലാണ് കാണാൻ പറ്റുള്ളൂ. ഇന്നലെ ഇവിടം വരെ ഇന്നലെ വെള്ളം വന്നിട്ടുണ്ട്. ഓ ഡിറ്റയ്ക്ക് ബുദ്ധി. ഇവിടം വരെ ഇന്നലെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഇത്രേ ഉള്ളൂ. നാളെ ചിലപ്പോ ഇവിടൊക്കെ വെച്ച് ക്ലോസ് ചെയ്യും. അയ്യോ ആന ഉണ്ടോന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ആന ഉണ്ടോന്ന് വെച്ചാൽ എന്താ പ്രശ്നം? ശരിക്കും മനസ്സിലായില്ലേ. അവിടേക്ക് നടക്കാണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു. പാണയിൽ പോര്. അപ്പൊ വരുന്നവർ ഇപ്പൊ ഇങ്ങനെ വെള്ളപ്പൊക്കം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ ഒന്നും എടുക്കാനില്ല. കാശില്ലെങ്കിൽ കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 50 രൂപ കൊടുത്തിട്ട് ഇത് മാത്രം കാണാൻ നല്ല വറുത്തല്ലല്ലോ. ഇങ്ങനെ വെറുതെ പുഴ കാണണമെങ്കിൽ ചിലപ്പോൾ പുഴയുടെ അവിടെ നിന്ന് നോക്കിയാൽ മതിയല്ലോ. പക്ഷെ ഇതിലൊക്കെ നടന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് വരാനൊക്കെ രസമായിരിക്കും. പക്ഷെ സ്പെൻഡ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അങ്ങോട്ട് നടന്ന് കാണാണെങ്കിൽ സൂപ്പറാ. കാരണം ഒരു ട്രക്കിംഗ് ആയി വെള്ളം കണ്ട് ചവിട്ടി ചാടി വെള്ളത്തോടാൻ തന്നെ പേടിയാണ്. പിന്നെ ആനയൊക്കെ ഉണ്ടെങ്കിൽ വൈഭവം. എന്നിട്ട് ഡിറ്റയ്ക്ക് പാനിയിൽ പോലും പോയിട്ട് ഇഷ്ടപ്പെട്ട അത് വെളിച്ചം കുറവായിട്ടടി. എന്നിട്ട് പറ പോയിട്ട് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇനിയും പോകാനുണ്ട് 1/2 കിലോമീറ്റർ. അപ്പോഴാണ് ശരിക്കുള്ള പാനീർ പൂര്. 3 നദികൾ കൂടി സംഗമിക്കുന്ന സ്ഥലം. അപ്പൊ നിങ്ങൾ വരാണെങ്കിൽ ഡിസംബർ കഴിഞ്ഞിട്ട് വരാം. വേനൽക്കാലത്ത് വരാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഫുള്ളായിട്ട് അതിന്റെ ഭംഗി കാണാൻ പറ്റുള്ളൂ. ഇത് വേറെ ഭംഗിയാ, ഫുൾ വെള്ളം ഉള്ളത്. മറ്റേത് ഇത് വെള്ളപ്പൊക്കം. സനി ഫ്ലഡ് കാണാത്തവർക്ക് വന്ന് കാണാം ഫ്ലഡ് പോലെ. അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഡിസംബർ മാസം വരാം. എൻട്രി ഫീസ് ഉണ്ട് 50 രൂപ. ഒരാൾക്ക് 50 രൂപ, കാറിന് 30 രൂപ. അപ്പൊ അതൊക്കെ മുതലാക്കിയിട്ട് എന്ന് വിചാരിച്ചിട്ട് വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഫുൾ നദി. ഇത് മറ്റേ ആലുവ
പെരിയാറാണ് ഫുൾ കവിഞ്ഞൊഴുകുന്നു. നൈസ് അല്ലേ? ചെടികൾ കാണില്ല. താഴത്തേക്ക് കാണാൻ പറ്റൂടി. ചെടികൾ ബുദ്ധി ഉപയോഗിക്കാനായിട്ടുണ്ട്.